നിരവധി മികച്ച കുരുന്നുകൾക്ക് ഗായിക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ. ഫ്ലവേഴ്സ് ചാനലിലാണ് ടോപ്പ് സിംഗർ സംരക്ഷണം ചെയ്യുന്നത്. ടോപ്പ് സിംഗറിൻ്റെ 5ാം സീസണിന് അവസാനം കുറിച്ച് 2 ആഴ്ച മുമ്പായിരുന്നു. അതിനു പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു. MG ശ്രീകുമാറും മധു ബാലകൃഷ്ണവും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രവും ഈയൊരു ജഡ്ജിമാർ തന്നെയായിരുന്നു. കുട്ടികളോടുള്ള സ്നേഹപൂർവ്വമായ ഇടപെടലും സൗഹൃദവും തമാശയും തമാശ പറച്ചിലുമെല്ലാം ഏറെ ശ്രദ്ധ നേടുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഷോയുടെ 5ാമത്തെ സീസൺ അവസാനം കുറിച്ച സമയത്ത് ഷോയിൽ നിന്നും ജഡ്ജി പാനലിൽ നിന്നും MG ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു. ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചു എന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇത് തിരക്കെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് ശ്രീകുമാർ പ്രതികരിച്ചത്. MG സാറേ, ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടല്ലോ, ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ ഇന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മറുപടി പറയുന്നത്. ഇല്ല, ഇനി എന്തായാലും ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക്. പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചു മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ട്. വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടല്ലേ, പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ? അവർ എന്നെ വിളിക്കട്ടെ, വിളിച്ചാൽ ഉറപ്പായിട്ടും പോകുമെന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും ഗായകൻ MG ശ്രീകുമാർ പറയുന്നത്. ഇപ്പോൾ M ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആരാധ്യ ദയാലുമാണ് ജഡ്ജി പാനലിൽ. എങ്കിലും MG സാറിനെ തിരിച്ചു കൊണ്ടുവരൂ, അതുപോലെ എങ്ങനെ പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാനും നിങ്ങളുടെ എല്ലാ കമൻസും കാണുന്നുണ്ട്. എന്ത് ചെയ്യാനാകും? ഞാൻ സ്വയം ഒഴിവായതല്ലോ, അവർ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അവർ വിളിച്ചാൽ ഉറപ്പായി ഞാൻ പോകുമെന്നാണ് MG പറയുന്നത്. ഏറെ ആസ്വാദകരമായി MG ചെയ്യുന്നിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ. MGയുടെ ജഡ്ജ്മെൻറ്റും MGയുടെ കൗണ്ടറുകളും ആരാധകരെ പോലെ തന്നെ കുട്ടികളെയും എൻജോയ്മെൻറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ രസകരമായ ജഡ്ജ്മെൻറ്റുകളും ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോഴിതാ MG ശ്രീകുമാറിനെ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ചില കുട്ടികളോട് വളരെയധികം പക്ഷാതാപം കാണിക്കുന്നു എന്നായിരുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് MG ശ്രീകുമാറിനെ ഈ ഒരു ജഡ്ജിങ് പാനലിൽ നിന്ന് പുറത്താക്കിയത്. യാഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് MGക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയെയാണ് വിന്നറാക്കിയത് എന്നായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാം തന്നെ MG വളരെയധികം പക്ഷാഭേദം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ ജഡ്ജ് പാനലിൽ എങ്ങനെയാണ് പങ്കുവെക്കുക? കഴിവുള്ള കുട്ടികളല്ലേ, അവരല്ലേ വിജയിക്കേണ്ടത്, അല്ലാതെ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ. ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം. MG ശ്രീകുമാർ പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമെന്ന് ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ MG അനുകൂലിച്ചും വിമർശിച്ചും പ്രേക്ഷകർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. MG ശ്രീകുമാർ കഴിഞ്ഞ സീസണിൽ പക്ഷഭേദം കാണിച്ചു എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.